ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി പ്ലാൻ വിത്ത് ദേവസിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ PSC ഇപ്പോൾ UPSC ലെവലിലേക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉയർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് കോൺസ്റ്റൻ്റായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കുറച്ച് മോട്ടിവേഷന് വേണ്ടിയിട്ട് കുറച്ച് PSC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെ ഒരു തുടക്കക്കാരെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സിലബസാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളതിൻ്റെ നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നമ്മൾ ഒരുപാട് വാസ്റ്റായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യം സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ സിലബസ് ആദ്യം തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്ത് നോക്കി പഠിച്ചു തുടങ്ങുക. പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ടിക്കിട്ട് പോവുക. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ, അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇത്രയും കാലം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതി, ഇപ്പോൾ ഞാൻ 12 മണിക്കൂർ പഠിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റുമോ? പറ്റണം എന്നില്ല. എല്ലാവർക്കും അത് 12 മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആവില്ല. അപ്പോൾ നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് നമുക്ക് എത്രത്തോളം മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും, പതുക്കെ നമ്മൾ സമയം കൂട്ടിക്കൊണ്ടുവരിക. അതായത് 1 hour ആണെന്നുണ്ടെങ്കിൽ 1 hour പഠിക്കുക. അതിനുശേഷം നമ്മൾ സമയം പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പം നമുക്ക് അതിലൊരു കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളെല്ലാം മേടിക്കുക. അത് നമ്മൾ പഠിക്കുക. അതായത് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് തന്നെ. ഇപ്പോൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റുകളിൽ PSCയുടെ ബേസ് അർത്ഥങ്ങളെല്ലാം ഉണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് കുറിപ്പുണ്ടാക്കി ആവർത്തിച്ച് നമ്മൾ വായിക്കുക. പിന്നെ 4th ടിപ്പെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് ആൻസർ ചെയ്യാതെ ഒരിക്കലും പോകരുത്. കാരണം നമ്മളത് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്ന് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു പ്രീവിയസ് 5 വർഷത്തെ എന്തായാലും നമ്മൾ നോക്കുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് 5ാമത്തെ ടിപ്പ്. മോക്ക് ടെസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എക്സാം പോലെ തന്നെ ആ ടൈം നമ്മൾ റിമൈൻഡർ വെച്ച് ആ സമയത്തിനുള്ളിൽ നമ്മൾ പരീക്ഷ എഴുതി തീർക്കുന്നുണ്ടോയെന്ന്. പണ്ടൊക്കെ നമുക്ക് സമയം കൂടുതൽ കിട്ടിയിരുന്നു, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സമയം എക്സ്ട്രാ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ടഫ് അനുസരിച്ച്, അതായത് ക്വസ്റ്റ്യൻസ് ഒരുപാട് വലുതായിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് മൊത്തം തീർക്കാൻ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എക്സാം കുറച്ചും കൂടെ ടഫായി വരുന്നുണ്ട്. അതുപോലെ എക്സാം നമ്മൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. പ്രിപ്പയർ ചെയ്താണ്ട് നമുക്ക് ആ ഒരു എക്സാം മൊത്തം ആ ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം വായിച്ച് തീർക്കാൻ പോലും സമയം കിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് PSC വളർന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. പിന്നെ 6ാമത്തെ ടിപ്പ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്യണം. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ആയിക്കോട്ടെ, ശനിയും ഞായറും നമ്മൾ റിവൈസ് ചെയ്യാനെടുക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും മറന്നു പോകും. അത് വലിയൊരു പ്രശ്നമാകും. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചത് ഓർത്തിരിക്കേണ്ടി വരും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മറക്കാണ്ട് റിവൈസ് ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻസി, 7ാമത്തെ ടിപ്പ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് ദിവസവും നമ്മൾ ഇത്ര സമയം അതിനു വേണ്ടി കണ്ടെത്തണം. അല്ലാതെ നമ്മൾ ഒരിക്കലും അത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കുറച്ച് ദിവസം പഠിച്ചു, അത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങ് നടക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും PSCയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും നോക്കിയിരിക്കണം, കുറച്ചെങ്കിലും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വിജയം കൈവരിക്കാൻ നല്ല ആശംസകളും. അപ്പോൾ ഈ വീഡിയോ കേട്ട് കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.